നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 6-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് കുംഭമാസം 22-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 15-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:37, അസ്തമയ സമയം വൈകുന്നേരം 6:30. ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ്. സപ്തമി തിഥി വ്യാഴാഴ്ച രാവിലെ 10:54 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് അഷ്ടമി തിഥിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച 1:10 AM എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പുള്ള സമയമാണ് 1:10 AM. ഈ രോഹിണി നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വെള്ളിയാഴ്ച 7 AM എന്നുള്ള സമയത്താണ് ഈ രോഹിണി നക്ഷത്രം അവസാനിക്കുന്നത്. വെള്ളിയാഴ്ച 7 AM എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണി കഴിഞ്ഞുള്ള 7 ആ 7 വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആരംഭ സമയമാണ്. റെയിൽവേ സമയത്തിൽ പറഞ്ഞാൽ 00:07 AM എന്നുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് കേസരി യോഗമുണ്ട്. ചന്ദ്രൻ ബലവാനാണ്. അതുപോലെ തന്നെ വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നു. അത് കേസരി രാജയോഗ ലക്ഷണമാണെന്ന് പറയുന്നു. ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിന്നാലും കേസരി രാജയോഗമാണ്. അപ്പോൾ ജ്യോതിഷാചാര്യന്മാർ ഇങ്ങനെയും പറയുന്നു, ചന്ദ്രനും വ്യാഴവും ബലമുള്ളൊരു ചന്ദ്രനും വ്യാഴവും കൂടെ ഒരുമിച്ച് ചേർന്നാലും കേസരി രാജയോഗത്തിൻ്റേതായ ഫലങ്ങൾ ആ ജാതകരുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. ചന്ദ്രൻ്റെ ദശാകാലത്തും വ്യാഴദശാകാലത്തും രോഹിണി നക്ഷത്ര ജാതകർക്ക് നേട്ടം വന്നു ചേരുമെന്ന് പറയുന്നു. ഇപ്പോൾ രോഹിണി നക്ഷത്ര ജാതകരായ കുട്ടികളുടെ ജീവിതം ആരംഭിക്കുന്നത് ചന്ദ്രദശാകാലത്താണ്. അപ്പോൾ ആ ചന്ദ്രദശാകാലം അവർക്ക് ശ്രേഷ്ഠമായിരിക്കും. പിന്നീട് അവർക്ക് ശ്രേഷ്ഠമാകുന്ന ദശാകാലം വ്യാഴദശാകാലമായിരിക്കും. പിന്നെ മറ്റ് ദശാകാലമൊക്കെ അവർക്ക് അനുകൂലമാണ്. അത് ലഗ്നം തയ്യാറാക്കി ജനിച്ച സമയം വെച്ച് ഗ്രഹനില തയ്യാറാക്കി ലഗ്നാലുള്ള ഗ്രഹസ്ഥിതി പ്രകാരം മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായ ഫലത്തെ കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ഗ്രഹനില തയ്യാറാക്കി നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗജകേസരി രാജയോഗത്തിൻ്റെതായ ഫലങ്ങൾ ഈ രോഹിണി നക്ഷത്ര ജാതകരായ കുട്ടികൾക്ക് ലഭിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി രോഹിണി നക്ഷത്രമാണല്ലോ വ്യാഴാഴ്ച ദിവസം. രോഹിണി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത്. അത് നമുക്ക് ചിന്തിക്കാം. രോഹിണി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം, ഉത്രട്ടാതി, അശ്വതി, കാർത്തിക ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം, ഉത്രട്ടാതി, അശ്വതി, കാർത്തിക ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രപ്രകാരമാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി ചിന്തിക്കാം. പൂരുരുട്ടാതി, രേവതി, ഭരണി, ചോതി, വിശാഖം എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതിസന്ധി വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂരുട്ടാതി, രേവതി, ഭരണി, ചോതി, വിശാഖം എന്നീ നാളുകാർ വ്യാഴാഴ്ച ദിവസം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ട് പിന്നെ ധനനഷ്ടം, ശത്രുത, അതുപോലെ തന്നെ ആപത്ത്, അനർത്ഥങ്ങൾ, രോഗങ്ങൾ അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രതിസന്ധി വന്നു ചേരാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:37 മുതൽ 8:17 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:17 മുതൽ ഉച്ചകഴിഞ്ഞ് 2:17 വരെയുള്ള സമയവും ശുഭസമയമാണ്. പിന്നീട് 3:37 മുതൽ 5:17 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ കഴിവതും ഈ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. സത്യമാണ്.
100% സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിതത്തിൽ കുറേ വർഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ നേട്ടം. ഇപ്പോൾ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ എല്ലാം നേടിയെന്ന് വരികയില്ല. എങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അവരവരുടെ സ്ഥിതി അനുസരിച്ച്, സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് ഒരു 2-3 കൊല്ലം കൊണ്ടൊക്കെ തീർച്ചയായിട്ടും ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ കഴിയും, എത്തിച്ചേർന്നിട്ടുണ്ട്. അത് സത്യമാണ് പറയുന്ന കാര്യം എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, അങ്ങനെ ചെയ്ത് ശീലിക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 6 ഏതൊരു മാസത്തെ 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് പറയുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും. നല്ല അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിവതും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ വലിയൊരു സഹായമായിരിക്കും. കാരണം വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും പരമാവധി ദിവസവും കാണുവാൻ ശ്രമിക്കുക. ഇനിയും നമുക്ക് ചിന്തിക്കേണ്ട വിഷയം, വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. ധനം മനുഷ്യജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധനമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ധനമുണ്ടെങ്കിലും കൈകാര്യം ചെയ്യുന്നതിൽ പാകപ്പിഴ സംഭവിച്ചാൽ ജീവിതം കട്ടപ്പുകയാകും, പ്രതിസന്ധിയിലാകും, പ്രശ്നങ്ങളിലാകും. അപ്പം ധനം മിത്രവുമാണ് ശത്രുവുമാണ്. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ധനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധനപരമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ധനം വന്നു ചേരണമെന്നില്ല. ചിലപ്പോൾ ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ധനം വന്നു ചേരുന്ന ആളുകാരെക്കുറിച്ച് ചിന്തിക്കാം. കാർത്തിക, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾ, ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങൽ ഈ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. വ്യാഴാഴ്ച ദിവസം കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഏതൊക്കെ നാളുകാർക്കാണ് അടിക്കുവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ഇടവക്കുറുകാർക്ക് കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്കുണ്ട്. കർക്കിടകക്കുറുകാർക്ക് പുണർദം കാല്, പൂയം, ആയില്യം നാളുകാർക്കുണ്ട്. ചിങ്ങക്കുറ്, മകം, പൂരം, ഉത്രം കാൽ നാളുകാർക്കുണ്ട്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ, അനിഴം, കേട്ട നാളുകാർക്കുണ്ട്. കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്കുണ്ട്. കുംഭക്കുറുകാർക്കുമുണ്ട്. കുംഭക്കുറെന്ന് പറഞ്ഞാൽ ഔട്ടൻ 2 പാദം, ചതയം, പൂറ്റാതി, മുക്കാൽ എന്നീ നാളുകാർക്കാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. ഒരു ലോട്ടറിയൊക്കെ എടുക്കാവുള്ളൂ, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.